ഹലോ, അന്ന് ചോറിൻ്റെ കൂടെ വെണ്ടയ്ക്ക ഓലൻ ഉണ്ടാക്കിയപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണെന്ന്. അത് ചോറിനാണ്. ചപ്പാത്തിക്ക് തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കുന്ന വിധം ഇന്ന് പറഞ്ഞു തരാം. അത് വെണ്ടയ്ക്ക ഒരുവിധം നീളത്തിൽ മുറിച്ചിട്ട് ആവശ്യമായ പച്ചമുളക്, ഒരു മീഡിയം സൈസ് വലിയ സവാള എടുത്തിട്ടുണ്ട്, അതും നീളത്തിൽ കീറിയിട്ട് ഉപ്പും തേങ്ങയുടെ രണ്ടാം പാൽ ഒരു കപ്പ് അമർത്തി വെച്ച് തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ രണ്ടാം പാൽ ഒരു 3/4 ഗ്ലാസ് ഉണ്ട്. അത് പോരാ, ഇത് നല്ല ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം, അല്ലെങ്കിൽ അടിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് കൂടി വെള്ളം ചേർത്ത് നല്ല ഫ്ലെയിമിൽ വെച്ച് വേവിക്കുന്നുണ്ട്. വേവിച്ചുകൊടുക്കുമ്പോൾ ഒരു 3/4 വേവാകുമ്പോൾ ഏകദേശം 3/4 ഗ്ലാസ് തന്നെയുണ്ട് ഒന്നാം പാലും. അതും ഒഴിച്ച് ഇറക്കാറാകുമ്പോൾ അല്പം കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും ഒഴിച്ചാൽ നല്ല സ്വാദിഷ്ടമായ വെണ്ടയ്ക്ക ഓലനായി. ഒരല്പം വെള്ളത്തോടു കൂടി ഇറക്കണം, കാരണം ഇത് ചപ്പാത്തിക്കാണല്ലോ, ഒരു കറി ഉണ്ടാകുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്തു നോക്കാം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.